نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് കഴിവിന്റെ പരമാവധി ഒരു നല്ല മുഅ്മിനായി, മുസ്ലിമായി, മുവഹ്ഹിദായി, മുഖ്ലിസായി ജീവിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകണമെന്ന് ഞാൻ എന്നോടും അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നു ചേർന്ന നമ്മളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കലുഷിതമായ അന്തരീക്ഷവും ചുറ്റുപാടുമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഭയപ്പാടോടുകൂടി ഇളം തലമുറയെ നോക്കിക്കാണുന്ന മക്കളെ ഭയപ്പെടുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ ഭയപ്പെടേണ്ടതല്ലാത്ത ഭയപ്പാടുള്ള മക്കളും അധ്യാപകരിൽ നിന്ന് കിട്ടേണ്ട പരിഗണനയും അവരിൽ നിന്ന് കിട്ടേണ്ട ശ്രദ്ധയും അതിനപ്പുറം അവർ തന്നെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വിലങ്ങായി മാറുന്ന കാഴ്ചകൾ, അധ്യാപകർ വിദ്യാർത്ഥികളെ ഭയപ്പെട്ട് ആശങ്കയോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് ഭയപ്പാടോടുകൂടി നോക്കി നിൽക്കുന്ന രംഗവുമൊക്കെ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പരിശുദ്ധമായ ഒരു റമളാനിലേക്ക് പ്രവേശിച്ചിട്ട് പോലും സമൂഹത്തോട് ലഹരിക്കെതിരെയും മദ്യത്തിനെതിരെയും പറയേണ്ടി വരുന്ന ദുർഗതിയിലാണ് നമ്മളുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും സർവ്വ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനും നന്മകളിലേക്കുള്ള കുതിച്ചോട്ടത്തിൽ പങ്കെടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചുറ്റുപാടിലേറെ ചർച്ചയാകുന്ന പല വിഷയങ്ങളുമുണ്ട്, അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. SSLCക്ക് പഠിക്കുന്ന കുട്ടിയെ കൂട്ടുകാർ ആക്രമിച്ചു കൊല്ലുകയാണ്. കൊന്നവരെന്ന് സംശയിക്കപ്പെടുന്നവർ പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ SSLC പൂർത്തിയാക്കുകയാണ്. കോപ്പി അടിച്ച് പിടിച്ചാൽ 3 വർഷം അവനെ പരീക്ഷയ്ക്ക് ഇരുത്തേണ്ടതില്ല എന്ന നിയമം. പരീക്ഷയ്ക്കെത്തിയവനെ തല്ലിക്കൊന്നാലോ പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ പരീക്ഷ എഴുതാം. നമ്മുടെ നിയമം വളരെ 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 ആലോചിക്കേണ്ടതാണ്, പുനരാലോചന ആവശ്യമുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്.
വീട്ടിലെ മൂത്ത മകനായ SSLC-കാരന്റെ മരണവാർത്ത അറിഞ്ഞ് വീട്ടുകാരും അറിഞ്ഞ് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ട് പത്രമാധ്യമങ്ങളുടെ മീഡിയകളുടെ ആളുകൾ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ കുഞ്ഞിന്റെ ഉമ്മ അവന്റെ യൂണിഫോം ഇസ്തിരിയിടുകയാണ്. ഒന്നും അറിയാത്ത പോലെ അവന് കൊണ്ടുപോകുവാനുള്ള ചോറ് പാത്രത്തിലാക്കുകയാണ്. മനോനില തെറ്റിയ ഉമ്മ തന്റെ മകൻ ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്നു എന്നതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത മാനസികമായ വിഭ്രാന്തിയിലാണ്. തല്ലിക്കൊന്നവരെ പരീക്ഷ എഴുതിക്കുമ്പോ അവിടേക്ക് പ്രതിഷേധവുമായി എത്തുന്നവരെ അതിശക്തമായി നേരിടാൻ നിയമങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ 5 പേരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന വാർത്തയാണ് നമ്മൾ റമദാനിന്റെ തൊട്ട് മുമ്പ് കേൾക്കുന്നത്. ഒരു യാദൃശ്ചികമായ നിമിഷത്തിൽ സംഭവിച്ചു പോയ ഒന്നല്ലാതെ നൊന്ത് പ്രസവിച്ച ഉമ്മയെ ആദ്യം കൊല്ലാൻ തീരുമാനിച്ച് തലക്കടിക്കുകയാണ്. ഉമ്മ മരിച്ചു എന്ന് തോന്നി അവിടെ വിടുന്നു. വല്യമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. വല്യമ്മയെ ചുറ്റിക കൊണ്ട് അടിച്ച് തല പൊട്ടിച്ചു കളഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി വല്യമ്മയുടെ കഴുത്തിലെ മാലയെടുത്ത് പണയം വെക്കാൻ പോകുന്നു. പണയം വെച്ച് കിട്ടിയ 74,000 രൂപ എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ടുപോയി CDM-ലിട്ട് തന്റെ അക്കൗണ്ടിലാക്കി താൻ കൊടുക്കാനുള്ള സുഹൃത്തിന് 10-40,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ അനിയനെ കൊല്ലാൻ പോകുന്നു. ഇതൊരു മിനിറ്റിലോ ഒരു സെക്കൻഡിലോ തോന്നിയ ഒരു യാദൃശ്ചികമായ എന്തോ സംഭവമല്ല. ആണോ? അനിയനെ കൊന്നതിന് ശേഷം മൂത്താപ്പയുടെ വീട്ടിലേക്ക്, വാപ്പയുടെ ജേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. വാപ്പയുടെ ജേട്ടനെയും ഭാര്യയെയും തലക്കടിച്ചു കൊല്ലുന്നു. പോലീസിന്റെ ശ്രദ്ധയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ വിഭ്രാന്തിയിലായി പറയുന്നു, ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടായി പറഞ്ഞു, നാളെയുടെ ലോകത്ത് വലയദിരിൽ ഖാതിൽ, കൊന്നവൻ അറിയില്ല. എന്ത്? ഫീമ ഖതല, ഞാൻ എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന്. മന്തി വാങ്ങാൻ ജേട്ടൻ അനിയന്റെ കയ്യിൽ പൈസ കൊടുത്ത് ആ ചോറുമായി തിരിച്ചു വരുന്നവന്റെ അനിയന്റെ തലയിലേക്ക് ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കുമ്പോ അനിയൻ വിചാരിച്ചിട്ടുണ്ടാകും, വലൽ മഖ്തൂൽ, മരിച്ചു വിടുന്നവൻ അറിയില്ല, ഫീമ ഖുതില, എന്തിനാണ് ഇവൻ എന്നെ കൊല്ലുന്നത് എന്ന്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. നാളെയുടെ ലോകത്ത് കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനു കൊന്നു എന്ന്, മരിച്ചു വിടുന്നവൻ അറിയില്ല എന്തിനാണ് എന്നെ കൊന്നത് എന്ന്. അങ്ങനെ കൊലപാതകം ലോകത്ത് വ്യാപിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വല യദിരിൽ ഖാതിലു ഫീമ ഖതല വലൽ മഖ്തൂലു ഫീമ ഖുതില. കൊന്നവൻ അറിയില്ല എന്തിനു കൊന്നു, കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനാണ് ഞാൻ മരിച്ചു വീണത്. ഒരു പ്രതിയെ പിടിക്കുമ്പോ പറയണേ ആള് മാറിപ്പോയി. ഇത്ര നിസ്സാരമല്ലേ ഇത്? അല്ലേ? എനിക്ക് ആള് മാറിപ്പോയതാ. കേസുകളുടെ ഡയറികളും കുറിപ്പുകളും വായിച്ചു നോക്കൂ നിങ്ങള്. ആള് മാറിപ്പോകുന്നു. ഒരു മനുഷ്യന്റെ കൊലപാതകം നടന്നിട്ട് ആള് മാറിപ്പോകും. എത്ര സിമ്പിളായിട്ടാണ് ഇതിനൊക്കെ നോക്കിക്കാണുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയതിൽ മദ്യം വ്യാപിക്കും, ലഹരി വ്യാപിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. ഇൽമുയർത്തപ്പെടും, അറിവുള്ളവരെയും വിജ്ഞാനമുള്ളവരെയും അല്ലാഹു വേഗത്തിൽ തിരിച്ചു വിളിക്കും. എന്നിട്ട് ഇവിടെ അജ്ഞത വ്യാപിക്കും, ഉറപ്പാകും. ഇവിടെ അന്ധകാരം പടരും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എന്താ പറഞ്ഞത്? ഇൽമുയർത്തപ്പെടും. സഹാബത്ത് ചോദിച്ചു, ഇൽമുയർത്തപ്പെടുക, ജ്ഞാനമുയർത്തപ്പെടുക, വിജ്ഞാനമുയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകരെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവുള്ളവരെ വേഗത്തിൽ തിരിച്ചു വിളിക്കും. എന്നിട്ട് ജുഹാലുകൾ സർവ്വതിന്റെയും നേതൃത്വത്തിൽ വരും. ഇനി ക്ലബിന്റെ നേതൃത്വത്തിൽ
സംഘടനകളുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ ജുഹാലുകൾ കയറി വരും. എന്നിട്ട് മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ടീമുകളുടെ പണ്ഡിതന്മാർ വരെ ജാഹിലുകളായി മാറും. എന്തു ചോദിച്ചാലും ഫത്വ കൊടുക്കാൻ റെഡിയുള്ളവരായി മാറും. അവർ പിടക്കുന്നു എന്ന് മാത്രമല്ല, അവർ വടിപിടപ്പിക്കുക കൂടി ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എന്തിനുത്തരായിരിക്കും? ആളുകളൊക്കെ ഇങ്ങനെ ഒഴുക്കിൽ അനുസരിച്ച് നീന്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരും. ലോകത്തിൽ ഇന്ന് മുസ്ലിം ഉമ്മ 2ാം സ്ഥാനത്താണെങ്കിൽ 1ാം സ്ഥാനത്തെത്താതെ, പോപ്പുലേഷനിൽ 1ാം സ്ഥാനത്തെത്താതെ ലോകം അവസാനിക്കില്ല. അപ്പൊ മുസ്ലിങ്ങൾ വലിയ ശക്തിയുള്ളവരായിരിക്കുമല്ലേ? ഇല്ല, അവർ ചണ്ടികളായിരിക്കുമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ഉമ്മത്ത് ധാരാളം ഉണ്ടാകും, പക്ഷെ ചണ്ടികളായിരിക്കും. ഒഴുക്കിലിങ്ങനെ ഒഴുകിപ്പോകുന്ന ചണ്ടികൾ. ഇലകളും ചപ്പ് ചവറുകളും വെള്ളം എങ്ങോട്ടൊഴുകുന്നു അങ്ങോട്ടാ പോവുക. അതുപോലെ എല്ലാവരും അങ്ങോട്ടാ. മുസ്ലിം ഉമ്മത്ത് അതിന്റെ പിറകെ എങ്ങനെ ഓടിപ്പോകും. അവരെന്ത് ചെയ്യുന്നു നമ്മളും ചെയ്യണം. അവരെന്ത് പറയുന്നു നമ്മളും പറയണം. അവരൊക്കെ എന്ത് കാട്ടിക്കൂട്ടുന്നു നമ്മളും ചെയ്യണം. നമ്മളെ വീട്ടിൽ വരെ എത്തിയത് അല്ലേ? സിനിമാ നടൻ തീരുമാനിക്കുന്ന ഡ്രസ്സാ നമ്മുടെ മോന്റെ വസ്ത്രം. സിനിമാ നടി തീരുമാനിക്കുന്ന വസ്ത്രമാണ് നമ്മുടെ മോളുടെ ഡ്രസ്സ്. ആളുകൾ എന്ത് പറയുന്നു, മാധ്യമങ്ങൾ എന്ത് പറയുന്നു, മീഡിയ എന്ത് പറയുന്നു, അത് തീരുമാനിക്കുന്ന ഒരു കാലം നമ്മുടെ വീടുകളിൽ പ്രത്യക്ഷമായി ഇല്ലേ? പെൺകുട്ടികൾ നെരിയാണിക്ക് മേലെ ഡ്രസ് ഇട്ടിരിക്കുന്നു. ഇപ്പോ പാന്റൊക്കെ കുറച്ച് ഉയരത്തിലാണ്. എന്താ കാരണം? സിനിമാ നടി അതാ കാണിച്ചത്. കാലിൽ ഒരു കാലിൽ മാത്രം ഒരു ചരട് കെട്ടണം. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടാ, ഖുർആൻ പറഞ്ഞിട്ടാ ആണോ? അല്ല. എത്ര പെട്ടെന്നാണ് അത് സ്വീകരിച്ചത് ആളുകളൊക്കെ. നമ്മുടെ വീട്ടിലെ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ചുരിദാറിന്റെ കാല്, പാന്റ് നെരിയാണിക്ക് മേലെ, പുരുഷനോടാ നെരിയാണിക്ക് മേലെ കയറ്റി കൊടുക്കാൻ പറഞ്ഞത്. പെട്ടെന്ന് കയറ്റി. കാരണം ഒരു നടി ഒരൊറ്റ സിനിമയിൽ അത് അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു കാലിൽ ചരടാണ്. കോളേജ് കുട്ടികളുടെ കാലിലൊക്കെ ഒരു കാലിൽ ചരട്. എന്താ കാരണം? നടി അങ്ങനെയാണ്. തട്ടയിട്ടവരും തട്ടവിടാത്തവരും ഒക്കെ ഒരുപോലെ, വ്യത്യാസമൊന്നുമില്ല. എത്ര പെട്ടെന്നാണ് ഒരു നടൻ, ഇഷ്ടപ്പെട്ട നടൻ ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുത്താൽ അള്ളാന്റെ കൽപ്പനയ്ക്ക് വിലയില്ല. പരിശുദ്ധ റമളാനിൽ വരെ അത്തരത്തിൽ അള്ളാഹു വിലക്കിയ ഹെയർ സ്റ്റൈലുമായി പള്ളിയിൽ വരുന്നവരുണ്ട്. അള്ളാഹു വിലക്കിയതവർക്ക് പ്രശ്നമില്ല. കാരണം അവൻ ഇഷ്ടപ്പെട്ട നടൻ എങ്ങനെയാണ്, അവൻ ഇഷ്ടപ്പെട്ട നടി എങ്ങനെയാണ്, അവന്റെ റോൾ മോഡൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. പിന്നെ ഈ മിന്നി മിനുങ്ങുന്ന മാറി മറിയുന്ന സ്ക്രീനിൽ കാണുന്നതാണ് അവന്റെ റോൾ മോഡൽ. അങ്ങനെ തീരുമാനിക്കുന്ന മുസ്ലിം ഉമ്മത്ത്. എങ്ങനെ നന്നാവും നമ്മുടെ ഉമ്മ? എങ്ങനെ ശരിയാകും നമ്മുടെ ഉമ്മത്ത്? അല്ലേ? വാപ്പ മരിച്ചപ്പോ, ഈ കുട്ടിയുടെ വാപ്പ മരിച്ചപ്പോ ഈ കുട്ടിയുടെ ഉമ്മ പറയാ, ഇനി ഞാൻ വേറെ കല്യാണം കഴിക്കണില്ല. കാരണം അവനെ പോറ്റാന്, അവനെ നോക്കാൻ റെഡി, ചെറുപ്പക്കാരിയാണ്. പക്ഷെ ഞാൻ വേറെ കല്യാണം കഴിക്കണില്ല. എന്റെ മോന് വേണ്ടി ജീവിക്കാൻ. ആ മോന് വേണ്ടി ജീവിച്ച് അവനെ 6th-ലും 7th-ലും 8th-ലും 10th-ലും 12th-ലും ഒക്കെ എത്തിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഉമ്മയെ കുത്തി കൊല്ലുകയാണ്. എന്നിട്ട് ചാനലും മാധ്യമങ്ങളും ചോദിച്ചു, എന്തിനാ സുഹൃത്തെ ചങ്ങാതി ക്രൂരത ചെയ്തത് എന്ന് ചോദിക്കുമ്പോ പറയാ, എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷ കൊടുത്തതാ. ഒരു മടിയില്ല പറയാൻ. കണ്ടോ ലോകം എന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷ കൊടുത്തു ഞാൻ എന്ന് വിളിച്ചു പറയുന്നു. ആര്? ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന 17ഉം 18ഉം വയസ്സായവർ അല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ മരിച്ചു. അവന്റെ ഫോണിലേക്ക്, അവന്റെ ഉമ്മയുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജ് എന്താ? നന്നായി പരിക്കേൽപ്പിച്ചിട്ടുണ്ടല്ലേ, സാരല്ലട്ടോ, ക്ഷമിക്കണം, കുറച്ച് കൂടിപ്പോയി. എത്ര മെസ്സേജുകളാണ് ആളുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അത്ര ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്തു വന്നതാ. അത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. മറ്റൊരു തന്റെ വാക്കെന്താ അറിയോ? നമ്മളൊക്കെ 18 തികയാത്തവരായതുകൊണ്ട് കേസിന്ന് രക്ഷപ്പെടാം. ഈ 18 ഒക്കെ തീരുമാനിച്ചത് പക്വതൊക്കെയാണ് അല്ലേ? ഇത് പക്വതയുള്ള സംസാരല്ലേ അല്ലേ? ഈ 18 ഒക്കെ തീരുമാനിച്ചത് എന്തിനാണ്? അപക്വമായ പ്രായത്തിൽ വല്ലതും ചെയ്തു പോകുന്നതിന് ഒരു മുതിർന്ന പൗരന് കൊടുക്കുന്ന ശിക്ഷ കൊടുക്കരുത് എന്ന് ആലോചിച്ചെടുത്ത തീരുമാനം എന്തിനാണ്? എന്നിട്ട് മെസ്സേജ് അയക്കുകയാണ്, കൂട്ടുകാർ തമ്മിൽ പറയണേ, നമ്മൾ വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പ്രായം കുറഞ്ഞവരല്ലേ, എങ്ങനെ മര്യാദക്ക് നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കും? എന്ത് വിശ്വസിച്ച് നമ്മൾ കോളേജിന്റെ അങ്കണത്തിലേക്ക് അയക്കും?
എന്ത് വിശ്വസിച്ച് നമ്മൾ സ്കൂളിന്റെ മുറ്റത്തേക്ക് നമ്മുടെ മക്കളെ അയക്കും? പരിഹാരം എന്താ? പ്രശ്നങ്ങൾ കുറെ പറയാനുണ്ട്. എന്താ പരിഹാരം? ഇത് അള്ളാഹുവിന്റെ വീടാണ്, മുസ്ലിം ഉമ്മത്താണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും ഒന്ന് പഠിച്ച്, ആരും കാണാനില്ലെങ്കിലും ആരും കേൾക്കാനില്ലെങ്കിലും ഏത് ഇരുട്ടിന്റെ മറവിലാണെങ്കിലും എല്ലാം അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഉത്തരം പറയേണ്ടി വരുന്ന, കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാതയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത നീതിനിഷ്ഠമായ ഒരു കോടതി ഇവിടുത്തെ കോടതിയിൽ രക്ഷപ്പെട്ടാലും അവന്റെ നീതിനിഷ്ഠമായ കോടതിയിൽ ചെന്നു നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം, ആ ബോധം മുസ്ലിം ഉമ്മത്തിനുണ്ടാവേണ്ടത് അല്ലേ? ആ ബോധം ഉണ്ടോ? മറ്റുള്ള ഉമ്മത്തിന് ഈ സമൂഹത്തിൽ ഞാൻ പറയുന്നില്ല, ഞാൻ നമ്മളോട് ചോദിക്കുകയാണ്. ആ ബോധം നമുക്ക് ഉണ്ടാവണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ കുറിച്ചുള്ള ബോധം, എല്ലാം കാണുന്ന, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും മറിയുന്ന ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്തു പറയും? ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം അല്ലേ? പല കുട്ടികളുടെയും വർത്താനം എന്താ അറിയോ? നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ഇറക്കാൻ ആളുണ്ട്. ഇവിടുത്തെ മുഴുവൻ പ്രശ്നത്തിന്റെ കാരണം ഈ പള്ളിയിൽ വന്നവരിൽ ആ UDF-നും LDF-നും ഇടതുപക്ഷത്തിനും അതുപോലെ വലതുപക്ഷത്തിനും ഒക്കെ വോട്ട് കൊടുക്കുന്നവരുണ്ടാവും. നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ അവിടെ 10-30 പോലീസുകാരുണ്ട് ഒരു സ്റ്റേഷനിൽ. ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവാം, ചിലപ്പോൾ കുറവുണ്ടാകാം. അവർക്കൊരു ആ സ്റ്റേഷന്റെ പരിധിയിലെ മുഴുവൻ വീടുകളുടെ പ്രശ്നങ്ങൾ തീർക്കാനാകുമോ? സമൂഹത്തിന്റെ സപ്പോർട്ടില്ലാതെ, കുടുംബത്തിന്റെയും ഈ നാടിന്റെയും സപ്പോർട്ടില്ലാതെ ഒരു 10-20 പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ച പ്രശ്നം തീർക്കാൻ പറ്റുമോ? ഇല്ല എന്നാ ഞാൻ പറയുന്നത്, ഒരിക്കലില്ല. ഇവിടെ ഒരു ലഹരിക്ക് അടിമപ്പെട്ട് ലഹരി കച്ചവടക്കാരനെ കൊണ്ടായി അപ്പ അതിന്റെ പിന്നിൽ ജാമ്യം എടുക്കാൻ ആളുണ്ട്. ഓ, നമ്മളെ പാർട്ടിക്കാരനാ. അതാ ഇവിടുത്തെ നാടിന്റെ നാശം, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ നാശം. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ സ്റ്റേജ് കെട്ടി UDF, LDF, ലീഗും കോൺഗ്രസും CPM ഒക്കെ വേദിയിൽ വരും. വന്നിട്ട് ഇങ്ങനെ ഭയങ്കര പ്രസംഗമായിരിക്കും. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണവർ ഒറ്റക്കുട്ടിനെ അനുവദിച്ചു കൊടുക്കരുത്. ഉള്ളിലൂടെ പിന്നെ ഇവനെ ജാമ്യത്തിന് ഇറക്കാൻ ആളുണ്ടാവും അല്ലേ? കടുത്ത ശിക്ഷ ഇവൻ തെറ്റു ചെയ്തവനാണെന്ന് ഉറപ്പായാൽ അതിന്റെ കൃത്യമായ ശിക്ഷ കിട്ടി 10 കേസുകൾ പുറത്തു വന്നാൽ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരം ഉണ്ടാകും. ഇതൊരു പ്രശ്നമല്ല. ഗോവിന്ദചാമിയമാരെ പോലെയുള്ളവർ ജയിലിലേക്ക് മെലിഞ്ഞൊട്ടിപ്പോയി തടിച്ചു കൊടുത്ത് വെളുത്ത് സുന്ദര കുട്ടപ്പന്മാരായി തിരിച്ചു വരുന്നതാ ദുഷ്ടലാക്കോടുകൂടി നോക്കിക്കാണുന്നവർ കാണുന്നത്. നിങ്ങൾ വായിച്ചു നോക്കി, ഞാൻ പത്രം വായിക്കുമ്പോൾ ശ്രദ്ധിക്കലുണ്ട്. ഒരു പ്രതിയെ പിടിച്ചു, കേസൊന്നും പറയാനില്ല, പല കേസിലും പ്രതിയെ പിടിച്ചു. ഇവൻ ആദ്യത്തെ തവണയല്ല, ഇവൻ 4 വട്ടം ജയിലിൽ കിടന്നവനാ. എന്താ ഈ ഒരു വട്ടം ജയിലിൽ കിടന്നോ വീണ്ടും തെറ്റ് ചെയ്യണത്? ഒരു വട്ടം ശിക്ഷിച്ചോ വീണ്ടും തെറ്റ് ചെയ്യുക, 2ാം പ്രാവശ്യമായി, 3ആയി, 4ആയി, ഇവൻ 6 തവണ ജയിലിൽ പോയാലാ. ഇതെന്താ നന്നാവാത്തത്? ഇത് വലിയ കുഴപ്പമില്ലാന്ന് അവന് തോന്നുന്നുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാന്ന് അവന് തോന്നുന്നുണ്ട്. വീട്ടിലിരിക്കില്ല, സുഖാണ്, ജയിലിൽ കിടക്കണം തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇത് ഈ പള്ളിയുടെ മിമ്പറിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് രാജ്യത്തിന്റെ നിയമം മാറും. പക്ഷെ നമ്മളൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്നവരാ. രാജ്യവിരുദ്ധമല്ലാത്ത വിധത്തിൽ നമ്മുടെ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ അറിയിക്കണം. രാജ്യവിരുദ്ധമല്ലാത്ത വിധത്തിൽ നമ്മുടെ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ അറിയിക്കണം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് വൃത്തികേട് ചെയ്തതെങ്കിൽ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ ഇല്ല എന്ന് തീരുമാനിക്കണം. 60 വയസ്സുള്ള ആളാ MDMA കച്ചവടത്തിൽ പിടിച്ചത്. അയാൾക്ക് 4 മക്കളുണ്ട്. അത്രേ അയാളുടെ പേരക്കുട്ടികൾ പഠിക്കുന്ന സ്കൂള് പോലത്തെ സ്കൂളിലാണ് കച്ചവടം ചെയ്യുന്നത്. അയാളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലല്ല, വേറെ സ്കൂളില്. അല്ല, മനസ്സിലാക്കണ്ടേ? എനിക്ക് 60 വയസ്സായി, എന്റെ മക്കളുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ പോലത്തെ സ്കൂളാണ്. ഞാൻ ഇവിടെ കച്ചവടം ചെയ്യുമ്പോ വേറൊരുത്തൻ എന്റെ പേരക്കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കച്ചവടം ചെയ്യുന്നുണ്ടാവും അല്ലേ? അത് തന്റെ കുട്ടികളുടെ മസ്തിഷ്കത്തെ നിർവീര്യമാക്കി കളയാൻ പറ്റുന്ന അതിശക്തമായ മാരകമായ ലഹരിയാണ് കച്ചവടം ചെയ്യുന്നത്. ഒരു പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള ഒരു തരി MDMA ശരീരത്തിലെത്തിയാൽ 500 ചായ ഒരുമിച്ച് കുടിച്ച മത്തായ അവസ്ഥയായിരിക്കുമെന്ന് അതിനെക്കുറിച്ച് പഠിച്ചവർ പറയുമ്പോ 50കാരും 60കാരും 45കാരും ഒക്കെ പ്രതിയായി വരുന്നു. എന്തേ ഇവർക്കൊന്നും ചിന്താശക്തിയില്ലേ? മക്കളെ കുറിച്ച് ഓർമ്മയില്ലേ?
എന്നിട്ട് സമൂഹം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കണ്ടാ മിണ്ടൂല. നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം നമ്മൾ ഒരിക്കലും കയ്യിലെടുക്കാൻ പാടില്ല. പക്ഷെ ചൂണ്ടിക്കാണിക്കണം, ഭയപ്പെടരുത്. എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം, പറയേണ്ട സ്ഥലത്ത് പറയണം, തടഞ്ഞു നിർത്തേണ്ട സ്ഥലത്ത് തടഞ്ഞു നിർത്തണം, കൈകൊണ്ട് തടുക്കണം. തിന്മ കണ്ടാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തടുക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ കൈകൊണ്ട് തടുക്കണം. സാധ്യമല്ലേ നാവ് കൊണ്ട് തടുക്കണം. സാധ്യമല്ലേ ഹൃദയം കൊണ്ടെങ്കിലും വെറുത്തിട്ട് പോകണം. അതാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ വശമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗനം പാലിച്ചാരും ഒരു പ്രശ്നമില്ല. എന്ത് തിന്മ നടന്നാലും പ്രശ്നമില്ല. കുട്ടികൾക്കൊക്കെ നിയമമാണ്. അധ്യാപകർക്ക് വടിയെടുക്കാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങോട്ട് പഠിപ്പിക്കുക. ഞാനൊരു അധ്യാപകനോട് സംസാരിച്ചപ്പോൾ അധ്യാപകൻ പറയാ, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്കൂളിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന റൂമിൽ ഒരു ആണിനെയും പെണ്ണിനെയും കണ്ടു. അതുകൊണ്ട് ടീച്ചർ അധ്യാപകൻ എന്ന നിലക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ സ്കൂൾ വിട്ട സമയമല്ലേ, എന്താ ഇവിടെ ഒറ്റക്ക് നിൽക്കണേ, നിങ്ങളെ പണിയെടുത്താൽ മതി, ആവശ്യമില്ലാത്തത് ഇടപെടാൻ നിൽക്കണ്ട. കണ്ടോ, 9 പഠിക്കുന്ന 2 കുട്ടികള് ഭക്ഷണം ഉണ്ടാക്കുന്ന റൂമില് ക്ലാസ് വിട്ടിട്ട് സ്കൂൾ വിട്ടിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോ വിളിച്ചിന് കുട്ടികളുടെ മറുപടി എന്തായോ, നിങ്ങളെ പണിയെടുത്താൽ മതി, അല്ലെങ്കിൽ നാളെ മര്യാദക്ക് സ്കൂളിൽ വരൂല. ഒന്നും പറയാൻ പറ്റാത്ത, തിന്മകളോട് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം എങ്ങനെ ഈ കേരളത്തിൽ ഉണ്ടായി? പഠിക്കണം എല്ലാവരും. ഇതിലെല്ലാ രാഷ്ട്രീയക്കാരുണ്ടാവും. എല്ലാവരും പഠിക്കണം. പഠിച്ചിട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ, ഒരു 10 വർഷം മുന്നോട്ട് പോകുമ്പോ നമ്മുടെ മക്കളെ സ്കൂളിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കലാലയങ്ങളുടെ മുറ്റത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റാത്ത അത്ര ഭയാനകമായ രംഗം നമ്മുടെ നാട്ടിലുണ്ടാകും. എല്ലാവരും മൗനം പാലിച്ചാൽ. ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെയെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം ഉണ്ടാക്കി കൊടുക്കണം. വേറൊരു മാർഗമില്ല, വേറെ ഒരു മാർഗമില്ല. ചാട്ടവാറുകൾ കൊണ്ടും ജയിലറകൾ കൊണ്ടും ഒന്നും ഒരു മനുഷ്യന്റെ മനസ്സ് മാറൂല. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത്, 6 വട്ടമായി ഇവൻ ജയിലിൽ പോകുന്നു, 5 വട്ടമായി ഇവൻ ജയിലിൽ പോകുന്നു. ജയിൽ കൊണ്ടൊന്നും മനസ്സ് മാറുന്നില്ല. മനസ്സിന്റെ ഉള്ളിലേക്ക് ശരിക്കുള്ള ബോധം കൊടുക്കണം. ഈ റമളാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ വാർഷികമായ മാസമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഭയപ്പാട് പറയില്ലേ, നമ്മളൊക്കെ ഖുർആനായിട്ട് എത്ര ബന്ധമുണ്ട്, എത്ര ടച്ച് ഉണ്ട്? മുസ്ലിം ഉമ്മത്ത്, ഈ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണോ? അല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഖുർആൻ. ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. എന്നിട്ട് ഈ മുസ്ലിങ്ങളുടെ ആ അവകാശവാദം ഉന്നയിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവർ തന്നെ ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ച് പാവപ്പെട്ട മുസ്ലിങ്ങളെ തെറ്റായ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആരാ പിന്നെ ചികിത്സിക്കുക? ഇവിടെ കുറുന്തോട്ടിക്ക് തന്നെ വാദാണ്. പിന്നെ വാദത്തിന് എന്ത് മരുന്നാ കൊടുക്കുക? എന്ത് മരുന്നാ കൊടുക്കുക? അള്ളാന്റെ ദീന് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദൈവാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊന്ന് പഠിച്ചു നോക്ക്. തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യം മാത്രം എടുത്താൽ ഭൂരിപക്ഷ മുസ്ലിങ്ങളും ഈ അന്ധവിശ്വാസത്തിൽ ശിർക്കിലായി പോകുന്ന എന്തുകൊണ്ടാണ്? ഈ ഖുർആനും സുന്നത്തും കിതാബും ഓതി പഠിച്ച പണ്ഡിതന്മാരെന്ന് പറയുന്നവർ. ഇന്നവിടെ മലയാളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിലെ എല്ലാ പള്ളിയിലും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് ഖുതുബ പറയട്ടെ, എന്നാൽ തന്നെ കുറെ മാറ്റം ഉണ്ടാവും. കള്ളുകുടിയന്മാരും ചീട്ട് കളിക്കുന്നവരും ചൂതാട്ടം ചെയ്യുന്നവരും താൻപരാഗ് ഉപയോഗിക്കുന്നവരും കുടുക്ക് ഉപയോഗിക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരും റമളാനിന്റെ വെള്ളിയാഴ്ച ചെറുപ്പക്കാർ പറയാ റമളാന വേണ്ട, എന്നിട്ട് പള്ളിയിൽ വന്നിരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും മനസ്സിലാവോ? റമളാനിന്റെ 4 വെള്ളിയാഴ്ചയിലെ ഉസ്താദിന്റെ ഖുതുബ കേട്ടിട്ട് ഒരു വരി ആ ചെറുപ്പക്കാർക്ക് മനസ്സിലാവോ? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണോ പറയുന്നത്? ആണോ? അള്ളാന്റെ റസൂലിന്റെ ഖുതുബ കേട്ടിട്ടല്ലേ സഹാബത്ത് ഓരോ വിഷയങ്ങൾ പഠിക്കുന്നത്? ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയിൽ ഖുതുബ നടക്കുന്ന പള്ളിയിൽ പോയിട്ട് കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാര് റമളാനല്ലേ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോയിരുന്നാൽ അവർക്ക് വല്ലതും മനസ്സിലാവോ? ഖുതുബ കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം കൂടി ഉണ്ട് പറഞ്ഞാൽ അവരിക്കോ? ഇത് നിർബന്ധമാണ് എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കണേ. അത് കഴിഞ്ഞാലോ പിന്നെ ഒരു പ്രസംഗം ഇവിടെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഖുതുബ കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ. എല്ലാവരും ഇരിക്കോ? ഇല്ല, അർജന്റീനയിലൊക്കെ പോവും. ഈ സാധാരണ പള്ളിക്ക് വരാത്ത ആളുകൾ വെള്ളിയാഴ്ച റമളാൻ അല്ലേ എന്ന് വിചാരിച്ച് വരുന്ന ചെറുപ്പക്കാര് പിന്നെ 2ാമത്തെ പ്രസംഗത്തിൽ ഇരിക്കോ? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മഖ്സൂദുൽ ഖുതുബ, ഖുതുബയുടെ ലക്ഷ്യം തന്നെ അൽ വഅദ്, ഉപദേശമാണ്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്ന് സുന്നത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ സംഭവം? സുന്നത്ത് നിസ്കരിക്കാതെ ഇരുന്നു. അള്ളാന്റെ റസൂൽ അവരെ ഖുതുബന്റെ ഇടയിൽ അയാളെ വിളിച്ചു, യാ അഖി. അയാൾ നോക്കി റസൂലിന്റെ അടുത്തേക്ക്, ഖും, എഴുന്നേൽക്ക്.
2 റക്അത്ത് നമസ്കരിക്കുക ഖുതുബന്റെ ഇടയിൽ. മലയാളത്തിലല്ല അറബിയിൽ. വന്നാള് അറബിയാണ്, കേൾക്കണോലൊക്കെ അറബികളാണ്. ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഖുതുബ പറയുമ്പോ ഒരാൾ വന്നാട് സുന്നത്ത് നിസ്കരിക്കാതിരുന്ന ഇപ്പൊ വന്ന ആള്, നീ പേരൊന്നും പറയണ്ട, അങ്ങോട്ട് നോക്കണ്ട, അഭിമാനം നഷ്ടപ്പെടുത്തണ്ട. പള്ളിയിൽ വന്നാൽ ഫസ്റ്റ് ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം കേട്ടോ, നിസ്കരിക്കാത്തവരെ എണീറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞൂടെ എനിക്ക്? അപ്പൊ മനസ്സിലാവൂലേ? അറബിയിൽ ഖുതുബയുടെ സ്ഥലത്ത് നിന്ന് ഒരാൾ നിസ്കരിക്കാതിരുന്നപ്പോ അവിടുത്തെ ഉസ്താദ് ഈ കിതാബ് ഇങ്ങനെ വായിക്കുന്നതിൽ ഓനെന്ത് മനസ്സിലാവൂ? എന്ത് മനസ്സിലാവൂ? അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിലാണ് പറഞ്ഞത്, ഒരു തർക്കമില്ല. അള്ളാന്റെ റസൂൽ അറബിയില ഖുതുബ പറഞ്ഞത്, ഭാര്യയോട് സംസാരിച്ചത് അറബിയില, കച്ചവടം ചെയ്തതും അറബിയില, തായിരുന്നു സംസാരിക്കുന്നത് അറബിയില, സഹാബികളോട് കുശലം പറയുന്നതും അറബിയില, യാത്രക്കിടയിൽ പറയുന്നതും അറബിയില. ഒരു തർക്കമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ 2 ഖുതുബകളായിരുന്നു. യജ്ലിസു ബൈനഹുമാ, 2 ഖുതുബകൾക്കിടയിൽ ഒന്ന് ഇരിക്കും, എന്നിട്ട് യഖറഉൽ ഖുർആൻ, ഖുതുബക്കിടയിൽ ഖുർആൻ ഓതും. വയുദക്കിറുൻ നാസ്, ജനങ്ങൾക്ക് വേണ്ട ഉത്ബോധനം കൊടുക്കും. അതിനാ ഖുതുബ. ഇത് ഞാൻ പറഞ്ഞതാ? ഇതല്ലേ കിതാബിലുള്ളത്? ഇതല്ലേ കിതാബിലുള്ളത്? റസൂലുള്ളാഹിന്റെ ഖുതുബ 2 ഖുതുബ. യജ്ലിസു ബൈനഹുമാ, ഖുതുബകൾക്കിടയിൽ ഇരിക്കും. യഖറഉൽ ഖുർആൻ, ഖുതുബയിൽ ഖുർആൻ ഓതി കൊടുക്കും. വയുദക്കിറുൻ, ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തും. ചില സമയങ്ങളിൽ നബിയുടെ കണ്ണു ചുമക്കും. എന്തിന്? വിഷയത്തിന്റെ ഗൗരവം വന്നിട്ട് ഒരു സൈനിക നേതാവ് സ്ട്രോങ് ആയി സംസാരിക്കുന്ന പോലെ ഖുതുബയിൽ വിറച്ച് സംസാരിക്കും. വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് സ്വരം മാറും. ഇതൊക്കെ എന്തിനാ? ഈ ജനങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാനാ. അതൊരു സ്വാഭാവികതയിൽ നിന്ന് വരുന്നതാണ്. ചില വിഷയം പറയുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോവിൽ പറയും, ചിലത് പറയുമ്പോൾ സ്ട്രോങ് ആയി പറയും. ആ വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ചാ. അള്ളാന്റെ റസൂല് എത്ര ഖുതുബ നടത്തിയിട്ടുണ്ടാവും? എന്നിട്ട് ഒരൊറ്റ ഖുതുബ ഹദീസിലുണ്ടോ? നിങ്ങൾ ഇത് മാത്രം ചിന്തിച്ചോളൂ. ചിന്തിക്കാനാ ഞാൻ ഇത് പറയുന്നത്. അള്ളാന്റെ റസൂല് എത്ര ഖുതുബ നടത്തിയിട്ടുണ്ടാവും? റസൂലുള്ള എങ്ങനെ തുപ്പി, റസൂലുള്ള എങ്ങനെ വസ്ത്രം അണിഞ്ഞു, വലത്തേ കൈ ആദ്യം ഇട്ടു, അല്ലെ? ടോയ്ലറ്റ് കയറുമ്പോ ഇടത്തേ കാല് വെച്ചു, ടോയ്ലറ്റ് നിറങ്ങുമ്പോ വലത്തേ കാല് വെച്ചു, കിടക്കുന്നതിന് മുമ്പ് വിരിപ്പ് കുടഞ്ഞു, അയച്ചു വെച്ച ഷർട്ട് രണ്ടാമത് അണിയുമ്പോ കൊടയും. ഇതൊക്കെ ഹദീസിൽ വന്നു. എന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഖുതുബ പോലും ഹദീസിന്റെ ഗ്രന്ഥത്തിൽ പൂർണ്ണമായിട്ടില്ല. എന്താ കാരണം? അങ്ങനെ തന്നെയാണ് ഖുതുബ പറയുന്നതെങ്കിൽ, നിസ്കാരം പോലെ തന്നെയാണ് ഖുതുബയെങ്കിൽ, ഒരു ഖുതുബയെങ്കിലും, ഒന്നല്ലല്ലോ അല്ലാഹു റസൂൽ പറഞ്ഞത്, ഒരു ഖുതുബയെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥത്തിൽ പൂർണ്ണമായി വരൂലേ? വന്നിട്ടില്ല. അതാ സന്ദർഭത്തിനനുസരിച്ചുള്ള സംസാരം. സന്ദർഭത്തിനനുസരിച്ചുള്ള സംസാരം. ഞാൻ ഇത് പറഞ്ഞെന്തിനറിയോ? നമ്മുടെ കേരളത്തിലെ എല്ലാ മുസ്ലിം പള്ളികളിലും ഈ ചെറുപ്പക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലാകുന്ന, ഈ ലഹരിക്കടിമപ്പെട്ട് തന്റെ ഉമ്മയെ തിരിച്ചറിയാത്ത ഒരു ഉമ്മ യൂട്യൂബിൽ വന്നിട്ട് പറയാ, മുഖം മറച്ചിട്ട് പറയാ, എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, മോളായിട്ടും മോനായിട്ടും ഒരൊറ്റ കുട്ടിയുള്ളൂ, ഇവന്റെ കൂടെ, ഇവന് പ്രായപൂർത്തിയായി, ഇവന്റെ കൂടെ കിടന്നുറങ്ങാൻ പേടിച്ചിട്ട് കുടുംബത്തിലേക്ക് പോകല രാത്രി. ഇവന് വേണ്ടിയിട്ടാണ് ഈ ഉമ്മ ജീവിക്കുന്നത്, പാപ്പല്ല. ഈ കുട്ടിക്ക് വേണ്ടി ജീവിക്കുക. എന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് പറയാ, മുഖം മറച്ചിട്ട് സഹിക്കാൻ വയ്യാതെ കരഞ്ഞിട്ട് പറയാ, രക്ഷപ്പെടുത്തണം എന്നെന്നാ പറയണത്. ഇവന്റെ കൂടെ ഈ വീട്ടിൽ ഉറങ്ങാൻ പറ്റൂല. ഒരു ഉമ്മയോട് കാണിക്കുന്നതല്ല, ഇവൻ ഉമ്മാനെ തിരിച്ചറിയണില്ല. ഈ ചങ്ങാതിക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ ജീവിച്ചത്. എന്നിട്ട് അവന് വലുതായി, അവനെ കൊണ്ട് നല്ലൊരു വിവാഹം കഴിപ്പിക്കണം, എന്നിട്ട് നല്ലൊരു സ്വപ്നം കണ്ടൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് വിചാരിക്കുന്ന ഉമ്മയോട് ഇവൻ പെരുമാറുന്നത്, അല്ലേ, ഒരു കാമ വികാരത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഉമ്മ രാത്രി വീട് വിട്ടിറങ്ങാണ്. ഒരു സ്വന്തം വീടുണ്ട്, വീട്ടിൽ പേടിക്കാല്ല ഒരു ആൺകുട്ടിയുണ്ട്, നല്ല വലുപ്പമുള്ള തന്റെ ഇടമുള്ള ഒരു ആൺകുട്ടി വീട്ടിലുണ്ട്. പിന്നെ എന്തിനാ അയൽവാസിയുടെ വീട്ടിൽ ഉറങ്ങാൻ പോണത്? ഇവനെ ഭയപ്പെട്ടിട്ട്. ആദ്യ വീട്ടിലും ലഹരിയിലും മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട കുട്ടികളായി നമ്മുടെ മക്കൾ മാറുന്നു. വീട്ടിൽ ചർച്ച ഉണ്ടോ? ഖുർആനെ കുറിച്ച് ഉണ്ടോ? ഖുർആന്റെ മാസായത്. എത്ര ഓതി നമ്മളൊക്കെ ഇപ്പോ? ഖുർആൻ എത്ര ഓതി തീർത്തു? എത്ര ആശയം മനസ്സിലാക്കി? ഒരു ജുസ്ഇന്റെ അർത്ഥം പോലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തൃശൂരിന്റെ സലഫി മസ്ജിദിൽ ഖുത്ബ കേൾക്കുന്നവരോട് നിങ്ങളുടെ നെഞ്ചിടത്തിലേക്ക്, നിങ്ങളുടെ കർണപുടത്തിലേക്ക് തുളച്ചു കയറുമാറ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഖുർആനിന്റെ 30 ജുസ്ഇൽ നിന്ന് ഒരു ജുസ്ഇന്റെ അർത്ഥം പോലും അറിയാത്തവർ ഈ സദസ്സിലുണ്ടാകും. നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് എത്ര ഫ്ലുവന്റായി ഇംഗ്ലീഷ് സംസാരിക്കാനോ ലോകത്തിലെ വ്യത്യസ്ത ഭാഷ അറിഞ്ഞിട്ടും പ്രയോജനമില്ല. അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ ഒരു ജുസ്ഇന്റെ അർത്ഥം പോലും അറിയാത്തവർ.
നിങ്ങൾ ബിസിനസിന്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തോ, അതൊക്കെ ഭൂമിയിൽ അവസാനിക്കണതാ. നിങ്ങൾ ബിസിനസിന്റെ കോട്ട കുത്തലങ്ങൾ പണിതോ, അതൊക്കെ ഇവിടെ അവസാനിക്കുന്നതാ. സൂറത്തുൽ ബഖറ ഏറ്റവും വലിയ അധ്യായതല്ലേ? അതിന്റെ ആശയം അറിയോ? ഒരായത്ത് കേട്ടാൽ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഗ്രന്ഥം അള്ളാന്റെ ഖുർആൻ. നിങ്ങൾ പ്രയാസമുള്ള ഭാഷയൊക്കെ പഠിച്ചെടുത്തില്ലേ? ലോകത്തെ ഏറ്റവും പ്രയാസമുള്ള ഭാഷ മലയാളം എന്നാ പറയുന്നത്. പഠിക്കാനും മനസ്സിലാക്കാനും പറയാനൊക്കെ 30-40 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ വന്നാലും ഓല് പറയണ മലയാളത്തിൽ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. കേരളക്കാരോ എല്ലാ ഭാഷയും പഠിക്കുക, വളരെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷും ബാക്കി ഭാഷകളൊക്കെ സംസാരിക്കുക. ചൈനക്കാരെ കൂട്ടത്തിൽ പോയ ഓല ഭാഷ സംസാരിക്കുക, ഫിലിപ്പീനികളുടെ ഭാഷ സംസാരിക്കുക, ഇന്ത്യയിലെ വ്യത്യസ്ത സ്റ്റേറ്റിലെ ഭാഷ സംസാരിക്കുക. എന്നിട്ട് ഖുർആനിന് ആശയം മാറുവോ, അർത്ഥം മാറുവോ, വരി മാറുവോ, പള്ളി മാറുവോ, പുള്ളി മാറുവോ? ഇല്ല. ആകെ 6236 ആയത്തുള്ളത്. എന്നിട്ട് നല്ല ബുദ്ധിയാണ്, നല്ല എഞ്ചിനീയറിംഗിൽ നല്ല കഴിവ, മെഡിക്കൽ രംഗത്ത് വളരെ വലിയ കഴിവ് തെളിയിച്ച ആളാ, പല അവാർഡുകൾ നേടിയ ആളാ. ഖുർആൻ എന്നൊരു സൂറത്തിന്റെ അർത്ഥം അറിയില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാ ഞാൻ കുറച്ച് സ്ട്രോങ്ങിലാ സംസാരിക്കുന്നത് കേട്ടോ. പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, അതാ പ്രശ്നം. വേറെ ഒരു കുഴപ്പമില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറിക്കലല്ല. ഈ പണ്ഡിതന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ ജനിച്ചപ്പോ പണ്ഡിതനായതാ അല്ല, അവര് പഠിച്ചതല്ലേ. അവരെക്കാൾ നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല കഴിവുള്ള, നല്ല നൈപുണ്യമുള്ള ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ പഠിക്കാൻ ശ്രമിക്കണില്ല. ഈ ഖുർആൻ നാം എത്ര എളുപ്പമാക്കി എന്ന് അല്ലാഹ്. എന്നിട്ട് ആരാ പഠിക്കാനുള്ളത്, ആരാ ചിന്തിക്കാനുള്ളത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി റമളാനിൽ 60 വട്ടമാണ് അത്ര ഖുർആൻ ഓതി തീർത്തത്. 60 തവണ. അപ്പൊ ഒരു ദിവസം 2 തവണ വന്നണ്ടേ? ഞാൻ പറയണല്ല, കിതാബിൽ വന്നതാണ്, കിതാബുകളിൽ വന്ന വാചകാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. കിതാബിൽ കാണാം ഇമാം ഷാഫിയെ കുറിച്ച്, അതുപോലെ തന്നെ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്ത് കാണാം, അവർ ഓതിയ ആ ഖുർആനിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് എത്രയല്ലോ 60 തവണ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഓതി തീർത്തത് 60 തവണ. ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി ഓതി തീർത്തത് 7 ദിവസം. നോർമൽ ദിവസങ്ങളിൽ 7 ദിവസം കൊണ്ട് 1 തവണ, റമളാനിൽ 3 ദിവസം കൊണ്ട് 1 തവണ. ഇപ്പൊ സംസാരിക്കണ ഖുത്ബയുടെ ഞാനും ഓതിയിട്ടില്ല, 3 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർത്തിട്ടില്ല. പക്ഷേ റമളാൻ തീരുമ്പോഴേക്ക് 1 തവണയെങ്കിലും ഓതാൻ, 1 തവണയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സമയമില്ല. നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. നമ്മളൊക്കെ മൂക്കിൽ പഞ്ഞിച്ച് കിടക്കുമ്പോ സമയമില്ല, എല്ലാറ്റിനും സമയമില്ല. ഞങ്ങളെ ഈ ബിസിനസ്സിന് എന്തിനാണ് ഈ ഓടുന്നത്? കച്ചവടത്തിന് എന്തിനായി ഓടുന്നത്? ഈ ക്രയവിക്രയങ്ങൾക്ക് ആർക്കു വേണ്ടിയാണ് ഈ ഓടുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ചേട്ടന് വേണ്ടി, നമ്മുടെ അനിയന് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആണോ? പരലോകം നഷ്ടപ്പെട്ടിട്ട് ഇവരൊക്കെ നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിഷയത്തെ പഠിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ നന്നായിട്ട് വായിക്കണം. ഫഇന്നഹു യഅതി ശാഫിഅൻ ലിഅസ്ഹാബിഹി, അത് നിങ്ങൾക്ക് ശുപാർശകനായി നാളെ പരലോകത്ത് വരും. ഇഖ്റഉസ് സഹറാവൈനി എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറ, സൂറത്ത് ആൽ ഇംറാൻ, ഈ 2 സൂറത്തും നിങ്ങൾ ഓതണം. ഫഇന്നഹുമാ യഅതിയാനി യൗമൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ വരും. കഅന്നഹുമാ ഗമാമതാനി, 2 മേഘങ്ങളായി നിങ്ങൾക്ക് തണൽ വിരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് വരും. സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇംറാനും. മാത്രമല്ല ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, തഫഖദുൽ ഹലാവ ഫീ സലാസിൻ, 3 കാര്യത്തിൽ നിങ്ങൾക്ക് ആസ്വാദനം കിട്ടണം. 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആസ്വാദനം കിട്ടണം. അല്ല അലർജിന്റെ ആവരുത്, ആർക്കോ വേണ്ടിയിട്ട് ആവരുത്. 3 കാര്യത്തിൽ ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം. ഒന്ന് ഫിസ്സലാത്ത്, നമസ്കാരം. നിസ്കരിക്കുമ്പോൾ ഒരു ആസ്വാദനം ഉണ്ടാകണം. ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, എന്റെ ദുഃഖങ്ങളും എന്റെ വിഷമങ്ങളും എന്റെ സങ്കടങ്ങളും എന്റെ പ്രയാസങ്ങളും സുജൂദിൽ കിടന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഫർളല്ലാത്ത നമസ്കാരങ്ങളിൽ നമ്മൾ സുജൂദിൽ 20 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ കിടന്നോ, എന്നിട്ട് എല്ലാ പ്രശ്നം അല്ലാഹുവിനോട് പറയും മനസ്സുകൊണ്ട്. അതിന് ഭാഷയില്ല, മനസ്സുകൊണ്ട്. സുജൂദിൽ ചെല്ലേണ്ട സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 3 വട്ടം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അള്ളാഹിനോട് പറയാ, കരഞ്ഞു പറയാ. 10 മിനിറ്റ് കിടക്കാൻ പറ്റുമോ? 10 മിനിറ്റ് കിടന്ന് പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കുറെ സമയം കിടന്നിട്ട് സഹാബത്ത് പറഞ്ഞു, നബി ഉറങ്ങിയതാണ്, നമുക്ക് വിളിക്കാൻ. പിന്നെ അവർ പറഞ്ഞു, നബിയുടെ അടുത്തെത്തി ചാരി നിന്നിട്ട് പറഞ്ഞു, വിളിക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലൊന്ന് എടുത്തിട്ട് അവിടെ തന്നെ വെച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ ഇത്ര സമയം സുജൂദിൽ? ഞാൻ എന്റെ റബ്ബുമായി മുനാജാത്തിലാണ്, എന്റെ റബ്ബിനോട് എന്റെ എല്ലാ പ്രശ്നം പറയായിരുന്നു. പറഞ്ഞതിൽ പറ്റൂല. അത് കഴിഞ്ഞിട്ട് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും, ട്രെയിന് കിട്ടേണ്ട ആളുകൾ ഉണ്ടാവും, ഫ്ലൈറ്റിന് പോകേണ്ട ആളുകൾ ഉണ്ടാവും, പല പ്ലാനിങ് നടത്തിയ ആളുകൾ ഉണ്ടാവും. ഇമാമ സുജൂദിൽ 10 മിനിറ്റ് കിടന്നാ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക, പിന്നെ ആവർത്തിക്കുകയാണെങ്കിൽ പിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? അത് പാടില്ല. സുന്നത്തായ നമസ്കാരങ്ങളിൽ ഐച്ഛിക നമസ്കാരങ്ങൾ നമ്മൾ ഒറ്റക്ക, നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ, അതുകൊണ്ട് നമുക്കത് നിർവഹിക്കാം. എത്ര സമയം സുജൂദിൽ കിടന്ന് നമുക്ക് പറയാൻ പറ്റും. ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം നമസ്കാരം. ചില ആളുകൾ നമസ്കാരം കണ്ടാൽ ആസ്വാദനം പോയിട്ട് അതിന്റെ നിർബന്ധമായ കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ്. കോഴി അരി ധാന്യം തിന്നുന്നത് പോലെയാണ്. സുജൂദിലേക്ക് പോകുന്നു, ഉയരുന്നു, റുക്കൂഇലേക്ക് പോകുന്നു, ഉയരുന്നു. എവിടെ ദിക്ർ ചൊല്ലിയതെന്ന് പോലും ആലോചിക്കാൻ പോലും സമയമില്ല. ഒരു ആസ്വാദനത്തോടു കൂടി നമസ്കാരത്തെ കാണണം. വഫിൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ 2 പേജായി 4 പേജാക്കാൻ പറ്റുമോ? 4 പേജായി 6 പേജാക്കാൻ പറ്റുമോ? മനസ്സിനുള്ളിൽ ഇതിങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് തരുന്നുണ്ടോ? ആസ്വദിച്ചോതാൻ നമുക്ക് പറ്റുന്നുണ്ടോ? വഫി ദിക്രി, ദിക്റുകൾ അല്ലാഹുവിനെ സ്മരിക്കുന്നതിലും അല്ലാഹുവിനെ ഓർത്തിരിക്കുന്നതിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നാം പടച്ചവന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ദിക്റുകളും അതൊക്കെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം. എന്നിട്ട് ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, വഇൻ വജദ്തുമുഹാ ഫംളു വഅബ്ശിറൂ, നിങ്ങൾക്ക് അങ്ങനെ ആസ്വാദനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മുഴുകി നിങ്ങൾ മുന്നോട്ട് പോയി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുക. വഇല്ലം തജിദൂഹാ, ആസ്വാദനം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഫഇലം, നീ മനസ്സിലാക്കണം, അന്ന ബാബക മുഗ്ലഖുൻ, നിന്റെ നന്മ പ്രവേശിക്കുന്ന വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ആസ്വാദനത്തിന്റെ വാതിൽ നിന്നിൽ അല്ലാഹു അടച്ചിട്ടിരിക്കുകയാണ് എന്ന് നീ മനസ്സിലാക്കണമെന്ന് ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആസ്വാദനം കിട്ടാൻ സുഹൃത്തുക്കളെ, ഖുർആൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഓതുന്ന ഖുർആൻ എന്താണെന്ന് മനസ്സിലാവണ്ടേ, ആശയം മനസ്സിലാവണ്ടേ. ഹൈന്ദവ സുഹൃത്തുക്കളെ, ക്രൈസ്തവ സുഹൃത്തുക്കളെ, നിരീശ്വരവാദികൾ, അവരൊക്കെ ഇങ്ങനെ നമ്മളാരും നിർബന്ധിച്ചിട്ടല്ല, അവര് പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളില്ലേ, അവര് പറയാ, ഞങ്ങൾ കുറെ മുമ്പ് ഖുർആൻ വായിക്കാൻ മറന്നുപോയി, ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. നമ്മൾ ജനിച്ചതന്നെ മുസ്ലിം വീട്ടിലാ. ഖുർആൻ ചോദിക്ക ചോദ്യമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കൽബുകള് തായിട്ട് പൂട്ടിയിരിക്കുകയാണോ? നിങ്ങളുടെ കൽബ് പൂട്ടിട്ടിരിക്കുകയാണോ? നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഈ ഖുർആനിനെ കുറിച്ച് ആലോചിക്കാൻ എന്താ? ഈ ഖുർആൻ പറയുന്നത് എന്താന്ന് മനസ്സിലാക്കലല്ലേ? ഈ ഖുർആനിലെ ആയത്തിന്റെ ആശയം എന്താന്ന് അറിയലല്ലേ? കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യ, നാം ഖുർആനിനെ അറബി ഭാഷയിലാക്കി. എന്തിന്? ലിഖൗമി യഅലമൂൻ, ഖൗമിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ അറബി ഭാഷ, അറബികൾക്കാണ് ഒന്ന് ഖുർആൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് അവരുടെ ആദ്യത്തെ അതിനെ അഭിസംബോധന ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയായി അറബികളെയാണ്. പോരാ, അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്, വേഗത്തിൽ പഠിക്കാൻ പറ്റുന്ന ഭാഷയാണ്. ഹൈന്ദവർ വരെ ഇന്ന് അറബിക്ക് അധ്യാപകരായിട്ട് പ്രവേശിക്കുന്നുണ്ട്. എന്താ കാരണം? ഒരു മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ല, പിന്നീട് പഠിച്ചെടുത്തിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഭാഷ. ചെറിയ അക്ഷരങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും വലിയ അർത്ഥം കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഖുർആനിന്റെ ഒരു പേജ് അർത്ഥം ഒന്ന് അതേ പേജിലേക്ക് എഴുതാൻ പറ്റുമോ? പറ്റൂല. ഖുർആന്റെ ഒരു പേജിലെ അർത്ഥം അതേ പേജിന്റെ വലിപ്പത്തിലേക്ക് എഴുതി തീർക്കാൻ പറ്റൂല, കഴിയില്ല. അത് വളരെ ചെറുതാക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അത്ര അർത്ഥവ്യാപ്തിയുള്ള ഭാഷയാണ് അറബി ഭാഷ. ഇങ്ങനെ മനോഹരമായ ഈ ഖുർആൻ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടോ?
അതിനൊരു ശ്രമം ഞാനും നിങ്ങൾ നടത്തണമെന്നതാണ് ഞാൻ ഈ ഖുതുബയിൽ ആകെ നിങ്ങളുടെ മുമ്പ് വെക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ശരിയായ സ്രോതസ്സിൽ നിങ്ങൾ ഖുർആൻ പഠിക്കുക. ആരുടെ മുമ്പിലും നമ്മുടെ ബുദ്ധി പണയം വെക്കണ്ട. ഇങ്ങനെ കേൾക്കും പലതും. ആ ഉസ്താദ് ഓതുന്നത് ഖുർആനല്ലേ, ഇയാൾ ഓതുന്നത് ഖുർആനല്ലേ. ആ ഉസ്താദിന് കൊടുത്ത അതേ ബുദ്ധി അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ലേ? ഒന്ന് തുറക്കുക. ഇന്ന് സോഷ്യൽ മീഡിയ അല്ലേ ഇല്ലേ? ഖുർആന്റെ അർത്ഥം ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂലേ? ഒന്ന് പഠിക്കുക, അന്വേഷിക്കുക. എന്തായാലും എത്ര വലിയ ഗവേഷണം നടത്തിയാലും സർവശക്തനായ അള്ളാഹുവിന്റെ ഈ ഖുർആനിൽ, അവന്റെ കലാമാകുന്ന ഈ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനോ, അവന്റെ പേരിലല്ലാതെ നേർച്ചയാക്കാനോ, അവന്റെ പേരിലല്ലാതെ സത്യം ചെയ്യാനോ, നേർച്ച പൂര ആഘോഷങ്ങൾ നടത്താനോ ഒരു തെളിവും എന്തായാലും കിട്ടൂല. അതിനാണ് ഏറ്റവും വലിയ ദുർവ്യാഖ്യാനം നടക്കുന്നത്. ഈ ഉമ്മത്തിന് അള്ളാഹു തിരിച്ചറിവ് നൽകുമാറാകട്ടെ. അല്ലേ? ഈ വർഷങ്ങൾ ആലോചിച്ച് നോക്ക്. നേർച്ചയുടെ പേരിൽ എത്ര മനുഷ്യരാ മരിച്ചത്? മലപ്പുറം ജില്ലയിൽ തിരൂരിൽ മരിച്ചു, കുറച്ചപ്പുറത്ത് മരിച്ചു, വീണ്ടും മരിച്ചു. എന്തിന്റെ പേരില? നേർച്ചന്റെ പേരിൽ. നേർച്ച എന്തിന്റെ പേരില ഉണ്ടായത്? മരിച്ചുപോയൊരു മനുഷ്യന്റെ പേരിൽ. ആ മനുഷ്യന് എന്ത് ഉപകാരം ഉള്ളതുകൊണ്ട്? ഒരു ഉപകാരമില്ല. ആർക്കാ ലാഭം? നടത്തുന്ന കമ്മിറ്റിക്ക്. ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഇതായിട്ട്? ഇല്ല, ഒരു ബന്ധമുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ഖബർ മദീനത്ത് വളരെ സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. അല്ലേ? അതുമായി ബന്ധപ്പെട്ടൊരു നേർച്ചുണ്ടോ? പൂരണ്ടോ? ഉത്സവമുണ്ടോ? ഒരു പച്ചപ്പുതപ്പ് വിരിക്കലുണ്ടോ? ഒരു ചന്ദനത്തിരി കത്തിക്കലുണ്ടോ? ഒരു നാണയത്തുട്ടെറിയലുണ്ടോ? അവിടെ ഇങ്ങനെ വിശ്രമമില്ലാതെ മാറി മാറി അറബി പണ്ഡിതന്മാര് നിൽക്കാണ്. കുറച്ചു സമയം അധികം നിന്ന് ആ കമ്പിയിലേക്ക് ഒന്ന് ഇങ്ങനെ കൈ പിടിക്കാൻ നോക്കുമ്പോഴേക്ക് പോകാൻ പറയാം. എന്തിനാ അവിടെ അങ്ങനെ നിൽക്കണവര്? ഇത്ര പ്രയാസപ്പെട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന അന്ന് പോലും പറഞ്ഞു. ഈ ഖുതുബ ഈ റമദാനിൽ ചിലപ്പോ യാത്രക്കിടയിൽ കേൾക്കുന്നവരുണ്ടാകും. സുഹൃത്തുക്കളെ, റമദാൻ മാസത്തിൽ നമ്മൾ കേൾക്കുന്ന ഈ വാചകത്തെ ഒന്ന് മനസ്സിലേക്ക് ഇറക്കി വെക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വഫാത്തായി പോകുന്ന അന്ന് പോലും പറഞ്ഞു, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഈദ, എന്റെ ഖബറിനെ ഒരു പൂരപ്പറമ്പാക്കി കൊടുക്കരുത് റബ്ബേ. ഈദ് എന്ന ഉത്സവം. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് റബ്ബേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്, പടച്ചോനെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് റബ്ബേ. ആരാധിച്ച ഖബർ ബിംബാവും. മറ്റേ നിർത്തിവെച്ച ബിംബാണ്. ഖബറിനെ ആരാധിച്ച കടത്തിവെച്ച ബിംബം പോലെയാവും. ആ ഖബറിത്ത ആള് കുറ്റക്കാരനല്ല, അയാൾ അറിയണില്ല. ചെയ്യുന്ന ഏർപ്പാട് ബിംബത്തെ ആരാധിക്കുന്ന തുല്യമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അന്ന് പോലും പറഞ്ഞു. എന്നിട്ട് ഈ മുസ്ലിം ഉമ്മത്ത് ശരിയാകുന്നുണ്ടോ? പിന്നെ എന്ത് ഖുർആനാണ് ഈ പഠിക്കുന്നത്? അല്ലേ? മദ്യപിച്ചവരോട് നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ അവർ പറഞ്ഞു, ഇതാ ഇൻതഹൈന, ഞങ്ങൾ മാറിയിരിക്കുന്നു. കള്ള് കുടിച്ചവരാ സഹാബികള്. കുറെ സഹാബികൾ കള്ള് കുടിച്ചു, കള്ള് വിറ്റു, റീറ്റെയിൽ കച്ചവടം നടത്തി, ഹോൾസെയിൽ കച്ചവടം നടത്തി, ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അള്ളാന്റെ ആയത്ത് ഖുർആനിൽ വന്നിട്ട് അവരോട് ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും ഒഴിവാകാൻ സമയമായില്ലേ എന്ന് ചോദിച്ചപ്പോ സഹാബികൾ കുടിച്ചവർ വിരല് വായിലേക്ക് അങ്ങോട്ടിട്ടു, ഓക്കാനിച്ചു, ഛർദിച്ചു. കപ്പിലെടുത്തവർ എറിഞ്ഞു. നാളെ വിൽക്കാൻ വേണ്ടി, കൊണ്ടുപോകാൻ വേണ്ടി സൂക്ഷിച്ച വീപ്പകൾ തല്ലി ഉടച്ചു. അവർ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവർ ഉറക്കെ പറഞ്ഞു, ഇൻതഹൈന, ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നു, ഇനി തൊടില്ല. ഇത് ഖുർആന്റെ മാറ്റ. ഖുർആൻ എന്ന മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലിക്കാൻ കഴിവുള്ള ഒരു മാസ്മരിക കഴിവുള്ള ഒന്നാണ്. ആ ഖുർആന് ആ സ്വഹാബത്തിനെ കൊണ്ട് അത് പറയിപ്പിച്ചു. എന്നിട്ട് ഈ ഖുർആൻ ഓതിയിട്ടാണ് ഖബറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി അള്ളാഹുവിനോടല്ലാതെ ഖബറാളികളോട് പ്രാർത്ഥിപ്പിക്കുന്നത്. പടച്ചവന്റെ കോടതിയിൽ മുട്ട് വിറച്ച്, ശരീരം വിറച്ച്, തല കുനിച്ചു നിന്ന് ഉയരാൻ പറ്റാത്ത വിധത്തിൽ പാവപ്പെട്ട മനുഷ്യരെ ചതിച്ചും വഞ്ചിച്ചും ജീവിച്ചതിന് പരലോകത്ത് പിടികൂടുന്ന ഒരു കോടതി വരാനുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നസ്സായി പറഞ്ഞതിനെതിരെ സമൂഹത്തെ വഴി നടത്തിയതിന് പിന്നെ എന്ത് ഖുർആന്റെ സ്വാധീനാണ് ഈ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാവുക? അള്ളാഹു ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ
തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. അള്ളാഹുവിലേക്ക് ഇങ്ങനെ അവന്റെ തൊലി, അവന്റെ ചർമ്മം, അവന്റെ കൽവ് ഒക്കെ വിനീതപ്പെട്ട് ആ ഖുർആൻ കേട്ടിട്ട് രോമാഞ്ചം കൊള്ളുന്ന, ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അർത്ഥം അറിയണം. സൂറത്തുൽ വാഖിഅ ഇറങ്ങിയപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സൂറത്തുൽ വാഖിഅയിലെ ആയത്തുകൾ ഓതി കേട്ടു. പിന്നെ 15 ദിവസം നെഞ്ചുവേദനയാണ്. അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്അമ, അസ്സാബിഖൂന അസ്സാബിഖൂൻ, അല്ലേ? അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ശിമാൽ പ്രയോഗങ്ങളൊക്കെ കാണാം. വലതുപക്ഷത്തിന്റെ ആള് സ്വർഗത്തിലെ ആളുകൾ, നരകത്തിന്റെ ആളുകൾ, സ്വർഗത്തിലേക്ക് മുൻകടക്കുന്ന ആളുകൾ, അവരുടെ ചില ഗുണങ്ങൾ, അതുപോലെ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരുടെ കഠിനമായ അവസ്ഥ, ഇതൊക്കെയാണ് സൂറത്തുൽ വാഖിഅയിൽ പറയുന്നത്. അത് കേട്ടിട്ട് 2 ആഴ്ചയോളം നെഞ്ചുവേദനയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫുളൈൽ ഇബ്നു അയ്യാദ് ഈ മിമ്പറിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദിവസവും ധാരാളം സ്ത്രീകളെ വ്യഭിചരിക്കുമെന്ന് പറഞ്ഞ് കൂട്ടുകാർക്കിടയിൽ ബെറ്റടിച്ച് പന്തയം വെച്ച് നടക്കുന്ന ആളാണ് ആര്? ഫുളൈൽ ഇബ്നു അയ്യാദ്. ആരെങ്കിലും ഒരാളെ വ്യഭിചരിക്കും. അങ്ങനെ പന്തയം മുന്നോട്ട് പോവാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് ആരും കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ തോൽക്കൂല. എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ഉമ്മ ഒറ്റക്ക് താമസിക്കുന്നുണ്ട്. വലിയ പ്രായമുള്ള ഉമ്മയാണ്, ഒറ്റക്ക് താമസിക്കുന്നുണ്ട്. ആരുമില്ല, ഒറ്റക്ക. ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ, ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ ഒരു വീട്ടിൽ ഒറ്റക്ക് താമസിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പന്തയത്തിൽ ഞാൻ തോൽക്കാതിരിക്കാൻ കൂട്ടുകാരോട് പറഞ്ഞു, അങ്ങോട്ട് പോവാ. ഒരു കാമ ഭ്രാന്തനായി ഈ പ്രായമുള്ള ഉമ്മയുടെ വീട്ടിലേക്ക്, ഒറ്റക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതുക, സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്യുക. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ഫുളൈൽ എന്ന് പറഞ്ഞാല് അറബിയാണ്, മുസ്ലിം അല്ലെങ്കിൽ. അർത്ഥം മനസ്സിലായി? അല്ല മനുഷ്യരെ, വിശ്വാസികളെ, അള്ളാഹിനെ ഭയപ്പെട്ടിട്ട് നിങ്ങളുടെ കൽബുകൾക്ക് വിറക്കാൻ, പേടിക്കാൻ, വിറക്കാൻ സമയമായിട്ടില്ലേ എന്നാണ് ആയത്തിന്റെ അർത്ഥം. വിശ്വാസികളെ, നിങ്ങളുടെ കൽബുകൾക്ക് അള്ളാഹിനെ ഓർത്തിട്ട് വിറക്കാനും പേടിക്കാനും ചിന്തിക്കാനൊന്നും സമയമായിട്ടില്ലേ? ഫുളൈൽ പുറത്തേക്കോടി, വീട്ടിൽ തിരിച്ചോടിയിട്ട് വിരൽ ഉയർത്തിപ്പിടിച്ചു. ഞാൻ ഈ കേട്ടത് ഒരു സാധാരണ ഉമ്മയിൽ നിന്ന് കേൾക്കുന്ന വാക്കല്ല, എന്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ചിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഫുളൈൽ ഇബ്നു അയ്യാദ് അടിച്ചോക്കി നെറ്റില്, ജുമയ്ക്ക് ശേഷം ഫുളൈൽ ഇബ്നു അയ്യാദ് നെറ്റിലടിച്ചോക്ക്. അദ്ദേഹം ബാക്കി മരണം വരെ പിന്നെ കരയിലായിരുന്നു. നിസ്കരിക്കുക കരയാ, സുന്നത്ത് നിസ്കരിക്കുക കരയാ. അദ്ദേഹം പറയേണ്ട, ജീവിതത്തിൽ എത്ര തെറ്റുകളാ റബ്ബേ ഞാൻ ചെയ്തു കൂട്ടിയത്. റബ്ബേ, ഈ ഖുർആനിന്റെ വെളിച്ചം കിട്ടാൻ വൈകിപ്പോയല്ലോ റബ്ബേ. ഈ ശിഷ്ടകാലം നിന്റെ ദീനിനു വേണ്ടി ജീവിച്ച് മരിക്കാൻ എനിക്ക് സൗഭാഗ്യം നൽകണേ എന്ന് പറഞ്ഞ് ദിവസവും തേങ്ങി തേങ്ങി കരയുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, കേട്ടിട്ട് കാര്യമില്ല, ഒരു മാറ്റം ഉണ്ടാവട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സാധാരണ നിസ്കാരം അടക്കം നമ്മള് 1:30 കഴിയലുണ്ട്. റമദാനാണ്, കുറച്ച് 5 മിനിറ്റ് വൈകി പോയിട്ടുണ്ട്, ക്ഷമിക്കുക. അള്ളാഹു തആല എനിക്കും നിങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, നിന്റെ ദീന് പഠിക്കാനുള്ള, നിന്റെ കലാമ് പഠിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, നീ ശമനം നൽകണേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളുടെ ഉപ്പ ഉമ്മമാർ, ജ്യേഷ്ഠാനികന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ലഹരിയിൽ നിന്ന്, കൊലപാതകങ്ങളിൽ നിന്ന്, മയക്കുമരുന്നുകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിശ്വാസികളെയും സമൂഹങ്ങളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഈ ഭൂമിയിൽ എവിടെ വെച്ചാണ് ഞങ്ങളുടെ മരണമെന്നറിയില്ല. അല്ലാഹുവേ, എവിടെ വെച്ച് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്.
റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുഹൃത്തുക്കളെ, ഈ ഖുത്ബക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം ഒരു അരമണിക്കൂർ കൂടി ക്ലാസ് ഉണ്ടാവും. ഇന്നത്തെ കലക്ഷൻ എടക്കരയിലെ സ്ഥാപനത്തിനു വേണ്ടിയാണ് എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.